ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ബയോളജി മൂന്നാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാം അധ്യായത്തിന്റെ പേര് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ, കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ആ ചാപ്റ്റർ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗം തന്നെ ഒരു രസകരമായിട്ടുള്ളൊരു ചിത്രമാണ്. ഒരാൾ നല്ല ഉയരമുള്ള ഒരാളും ഒരാൾ വളരെ ഉയരം കുറഞ്ഞ ഒരാളും തമ്മിലുള്ള അന്തരമാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇപ്പൊ രണ്ട് കുട്ടികൾ സംസാരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഉയരം എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇവർക്ക് ഉയര വ്യത്യാസത്തിന് കാരണം ഹോർമോണിലുള്ള വ്യത്യാസമാണ്. ഹോർമോണാണ് ഉയരത്തെ നിയന്ത്രിക്കുന്നതും ഉയരം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ എന്നുള്ളതാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, നമ്മൾ ഹോർമോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹോർമോണുകൾ നമുക്കറിയാവുന്ന കുറച്ച് പറയാൻ പറ്റുമോ? ഇപ്പൊ മാഷ് പറയുകയാണെങ്കിൽ ഇൻസുലിൻ, പ്രോലാക്റ്റിൻ, സൊമാറ്റോട്രോപ്പിൻ, ഇതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള, ചിലരെങ്കിലും കേട്ടിട്ടുള്ള ഹോർമോണുകൾ. ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം. ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളും കൂടിയതാണ് അന്തഃസ്രാവി വ്യവസ്ഥ. അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. അവ കോശങ്ങളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. Endocrine system is a system that control all activities in our body. That means endocrine system include glands and they are producing hormones. These hormones control and coordinate different cellular activities in the cell. These endocrine glands means the glands seen inside the body. Endocrine glands are ductless glands. These ductless means the glands without any vessels, without any pipes. This gland produces hormones and these hormones directly enter into the blood vessels. And these hormones, these chemical substances pass to different part of our body through the blood streams. നമ്മുടെ ശരീരത്തിലെ അന്തഃസ്രാവി ഗ്രന്ഥികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അന്തഃസ്രാവി ഗ്രന്ഥികൾ നാളീരഹിതങ്ങളാണ്. അവ ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അന്തഃസ്രാവി ഗ്രന്ഥികൾ നാളീരഹിതങ്ങളാണ്. They are ductless glands. These ductless means they do not have any pipe or vessels. Directly pump these hormones towards the blood vessels. രക്തത്തിലേക്ക് നേരിട്ട് ഹോർമോണുകളെ കടത്തിവിടുകയാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ ചെയ്യുന്നത്. ശരീരത്തിന്റെ ആന്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഇവയെ അന്തഃസ്രാവി ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്. എൻഡോക്രൈൻ, ഇന്നർ സൈഡ് ഓഫ് അവർ ബോഡി. അതുകൊണ്ടാണ് അവയെ അന്തഃസ്രാവി ഗ്രന്ഥികൾ, അന്തർഭാഗത്തു നിന്ന് സ്രവിക്കുന്ന ഗ്രന്ഥികൾ എന്നുള്ള പേരിൽ വിളിക്കുന്നു. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക് ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽ. അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അതായത് രാസവസ്തുക്കൾ, ലക്ഷ്യകോശങ്ങളിലേക്ക് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. The hormones are moving through the blood vessels and reach each and every part of our body.
ലക്ഷ്യകലകളിലേക്ക്, ലക്ഷ്യകോശങ്ങളിലേക്ക് ഈ ഹോർമോണുകൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യുകയാണ്. അപ്പൊ എവിടെയാണോ ആവശ്യം കോശങ്ങളിലെ, ആ കോശങ്ങളിൽ മാത്രമാണ് ഈ രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. ആവശ്യമുള്ള കോശങ്ങളിൽ ഗ്രാഹികൾ ഉണ്ടായിരിക്കും. ആ ഗ്രാഹികളുമായിട്ട് നമ്മുടെ ഹോർമോണുകൾ കൂടിച്ചേരും. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെട്ട് ഒഴുകി കോശങ്ങളിലെത്തുകയും ആവശ്യമുള്ള കോശങ്ങൾ ഗ്രാഹികളെ ഉപയോഗിച്ച് ആ ഹോർമോണുകളെ സ്വീകരിക്കുകയും ഹോർമോണുകൾ ഉപയോഗിച്ച് ചില എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കോശങ്ങൾക്കകത്ത് അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. The hormones move along with the blood vessels and they reach each and every part of our body, and these cells contain the specific receptors. Then the hormone combined with the specific receptors and the hormone receptor complex is formed, and the enzymes are activated, and the needful changes are happening inside the cell. അപ്പോൾ കോശങ്ങൾക്കകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ഈ ഹോർമോണുകൾ നടത്തുകയും ആവശ്യമുള്ള മാറ്റങ്ങൾ കോശങ്ങൾക്കകത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ദഹനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ആഫ്റ്റർ ഡൈജഷൻ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ ഒഴുകി ഓരോ കോശങ്ങളിലും എത്തി കോശപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സെല്ലുലാർ ആക്ടിവിറ്റീസ് നടത്തുന്നത് ഈ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലെത്തി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പാൻക്രിയാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻക്രിയാസ് നമ്മുടെ ആമാശയത്തിനും സ്റ്റമക്കിനും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇടയ്ക്കുള്ള ഡിയോഡിനത്തിലാണ് ഈ പാൻക്രിയാസ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതൊരു ഗ്രന്ഥിയാണ്. ഏതാണ്ട് കൈപ്പക്കേരൊക്കെ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. ആ ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം കോശങ്ങളുടെ ഒരു കൂട്ടം കൊണ്ടാണ്. ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണ്, പ്രത്യേകതരം കോശത്തിന്റെ കൂട്ടത്തെ, ഒരു കലകളെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഒന്ന് ബീറ്റ കോശങ്ങളും മറ്റൊന്ന് ആൽഫ കോശങ്ങളും. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ നിർമ്മിക്കുകയാണെങ്കിൽ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണാണ് നിർമ്മിക്കുന്നത്. The islets of Langerhans is a specialized cells or tissues that contain 2 types of cells. One is beta cell and another one is alpha cell. Beta cell produces insulin and alpha cell produces glucagon. Beta cells means that will produce insulin. Insulin will reduce the amount of glucose in our blood. And glucagon is produced from alpha cell, and that will increase the amount of glucose in our blood. ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടാതെയും കുറയാതെയും നിലനിർത്തുന്നത് നമ്മുടെ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്, അന്തസ്രാവ ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയിലുള്ള 2 കോശങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന കോശ സമൂഹത്തിലുള്ള 2 പ്രത്യേക തരം കോശങ്ങളാണ് ബീറ്റ കോശങ്ങളും ആൽഫ കോശങ്ങളും. ബീറ്റ സെൽസ് ആൻഡ് ആൽഫ സെൽസ്. അവ എങ്ങനെയാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായിട്ട് കൂടാതെയും കുറയാതെയും ബാലൻസ് ചെയ്തിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇൻസുലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. രക്തത്തിലെ ഇൻസുലിൻ, ഹോർമോണായിട്ടുള്ള ഇൻസുലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇൻസുലിൻ cellular uptake of glucose molecules. The
help in the cellular uptake of glucose molecule. Then insulin helps in convert glucose into glycogen in the liver and muscles. These are the two activities done by insulin. Next one is glucagon. Glucagon converts glycogen stored in the liver to glucose. Next one, glucagon synthesize glucose from amino acids. These are the activities done by glucagon. അതായത് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇൻസുലിൻ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഇനി ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നു? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. രണ്ടാമത്, അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഒന്നാമത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. രണ്ടാമത്, അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്, നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ അവർ ബ്ലഡ്, അത് 70 to 110 mg/100 ആണ്. സാധാരണഗതിയിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്, പഞ്ചസാരയുടെ അളവ് 70 to 110 mg/100 ml. 100 മില്ലി രക്തത്തിലെ 70 തൊട്ടിട്ട് 110 മില്ലിഗ്രാം വരെയാണ് ഗ്ലൂക്കോസിന്റെ അളവ് ശരാശരി ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ധർമ്മം. The main function of insulin and glucagon is to maintain the level of glucose in our blood. Amount of or the measurement of the correct measurement of glucose in our blood, that means 70 to 110 mg/100 ml. A normal person blood contain 70 to 110 mg/100 ml. That means the blood contains 70 to 110 milligram of glucose in each and every 100 milliliters of blood. ഇനി നമുക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെയാണ് കൂടാതെയും കുറയാതെയും കൃത്യമായ അളവിൽ നിലനിർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. How glucose amount is maintained in a optimum level. Method of regulation of blood glucose level. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്ന വിധം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മൾ പറഞ്ഞു 70 തൊട്ട് 110 വരെ, 70 to 110 ml mg/100 ml. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70 തൊട്ട് 110 mg/100 ml ആണ്. അത് കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കുറയുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ ഇൻസുലിന്റെ ഉൽപാദനം കൂടുന്നു. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70 to 110 എന്നുള്ളത് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 70-ൽ താഴെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കൂടുന്നു. ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കൂടുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കൂടുന്നു. ഇനിയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന്റെ ഉൽപാദനം കുറയും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാതെയും കുറയാതെയും കൃത്യമായ അളവിൽ 70 to 110 എന്നുള്ള ലെവലിൽ നിർത്താൻ നമ്മളെ രക്തത്തിലുള്ള അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും സഹായിക്കുന്നു. The same thing is the level of glucose in blood, that means 70 to 110 mg/100 ml. When it is high, then the production of glucagon decreases. The glucose level is high, at the same time the production of insulin increases. That means whenever the glucose level increases, the production of insulin increases. Then level of glucose increases,
the production of glucagon decreases. Below that, whenever the level of glucose lower, the production of glucagon increases. Whenever the production of glucose lower, the production of glucagon increases. At the same time, the production of insulin decreases. Whenever the glucose level lower, at the same time the production of glucagon increases. At the same time, whenever the glucose level lower, the production of insulin decreases.